റിട്ടയർ SP ശ്രീ സുഭാഷ് ബാബുവോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, വടക്കാഞ്ചേരിയിലാണ് KCU നേതാക്കളെ മുഖംമൂടി ധരിച്ചും അതുപോലെ തന്നെ കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, അതായത് SFI KCU സംഘർഷം ഉണ്ടായി, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ KCU നേതാക്കളെ പ്രധാനപ്പെട്ട 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ഹാജരാക്കുമ്പോഴാണ് ഇവരെ ഇങ്ങനെ മുഖംമൂടി ധരിച്ചും കൈവിലങ്ങും ഇട്ടും ഒക്കെ ഹാജരാക്കുന്നത്. ശരിക്കും ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണോ, ഇങ്ങനെ വേണോ ഇങ്ങനത്തെ ഒരു കേസിലുള്ള, അതായത് ഇത്തരത്തിൽ ഒരു അടിപിടി നടന്ന കേസിൽ ഇങ്ങനെ വേണോ കോടതിയിൽ ഹാജരാക്കാൻ? ശുദ്ധ നമ്മളിപ്പോ മലയാള ഭാഷയുടെ ഒരു ആവാസ ഭാഷ പറഞ്ഞ ശുദ്ധ തെമ്മടിത്തരം. പോലീസിന് യാതൊരു രീതിയിലും അത് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി അവർക്ക് നിർദ്ദേശമുള്ളതാണ്. കേരള പോലീസ് ആക്ടിൽ വളരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തതിനു ശേഷം യാതൊരു രീതിയിലും മനുഷ്യാവകാശ ലംഘനം നടത്താൻ പാടില്ല. ഒരാളെ ഹാൻഡ് കഫ് ചെയ്യരുത്. അതുപോലെ കാല ചങ്ങല ഇടരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ന്യായമായ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ഉതകുന്ന സാഹചര്യമുള്ള ഡ്രസ്സ് ധരിക്കാൻ കൊടുക്കണം. അതല്ല, അദ്ദേഹം അപകടകാരിയാണ്, അക്രമകാരിയാണ്, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റാളുകൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഇതേമാതിരിയുള്ള മറവിലോ ഒഴിവിലോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി എല്ലാ സാഹചര്യത്തിലും സുതാര്യമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ പൗരാവകാശങ്ങളും, ചലന സ്വാതന്ത്ര്യം ഒഴിച്ച് എല്ലാ പൗരാവകാശ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ടത്. ഇതൊക്കെ രാഷ്ട്രീയ അടിമത്തമുള്ള കുറെ അലവലാതി പോലീസുകാർ ചെയ്യുന്നതാണ് എന്നല്ല പറയുന്നതിൽ വളരെ സങ്കടമുണ്ട്. അതല്ലാതെ ഇങ്ങനെയുള്ള നടപടിക്രമത്തിൽ ഒരു രീതിയിൽ എങ്ങനെയൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനകത്ത്. കാരണം ഇത് ഓരോ ദിവസവും അടിക്കടിക്ക് അക്രമം ചെയ്യുക, ഇതേമാതിരി മനുഷ്യാവകാശ ലംഘനം ചെയ്യുക. അതിപ്പോ പരസ്യമായിട്ട് കോടതിയിൽ തന്നെ കൊണ്ടായാലും കോടതി തന്നെ അതിന്റെ ഒരു ഗൗരവപരമായി നടപടി സ്വീകരിക്കുന്നു. ആലോചിച്ച് നോക്കും, ഇമാതിരി അധപ്പതനം, ഇമാതിരി വിവരം കെട്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞ് ഇതിനെ മാറ്റിയെടുക്കുന്നതിന് എന്താ പറയേണ്ടതെന്ന് എനിക്കൊന്നും എന്റെ ഒന്നും അറിയുന്ന ഭാഷയിൽ വാക്കുകളൊന്നുമില്ല. ഇമ്മാതിരി ഒരു അധപ്പതനം ഈ കേരള പോലീസിന് സംഭവിച്ചു എന്ന് പറയുന്നതിന് നമുക്കൊക്കെ വളരെ സങ്കടമുണ്ട്. തന്നെയല്ല, ഇങ്ങനെയുള്ള പോലീസുകാരനെ ഒന്നും യാതൊരു കാരണവശാലും ഇതിനെ ഒത്താശ ചെയ്ത് കൊടുത്ത് ആരായാലും ശരി. എസ്കോർട്ട് പോയ പോലീസുകാരായിരിക്കും ഇതിനെ കൊണ്ടുപോയത്. പക്ഷെ അദ്ദേഹം കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിന് മറ്റാളുകൾ ആരെങ്കിലും നിർദ്ദേശം കൊടുക്കുമോ, അത് ഇതേമാതിരി ഹാജരാക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ മഹാമനുഷ്യനെ കണ്ടുപിടിച്ചിട്ടാണ് അവനെയാണ് ഇതിനകത്ത് നിന്ന് പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ ഈ അടിമത്തമുള്ള ഇവനെയൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇതിപ്പം കേരള പോലീസ് മാറി ഇപ്പം രാഷ്ട്രീയ പോലീസായി എന്നുള്ളതിന് നമുക്ക് 100% ഉറപ്പിക്കുന്ന അധപ്പതനമുള്ള, അതായത് അപരിഷ്കൃത പോലീസിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു രീതിയിലും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പം ഇത് കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കോടതി പറഞ്ഞിട്ടുണ്ട്, SHOയോട് ഹാജരാകാൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു വ്യക്തി, അത് ഇപ്പോൾ നമുക്കറിയാം ഇതൊരു അടിപിടി കേസാണ്. ആ അടിപിടി കേസിൽ ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ലഭിച്ചതിന്റെ പേരിൽ തന്നെയായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് പറയാവുന്നതാണ്, ഇത് ഒരു പോലീസുകാരൻ മാത്രമായിരിക്കില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവർ ഇതിനെ ചോദ്യം ചെയ്യില്ലേ? അപ്പോൾ അവിടെ മുഴുവനായിട്ട്, അല്ലെങ്കിൽ ഇവരെ ഹാജരാക്കിയവരൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ബന്ധമുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിലിപ്പോ പോലീസ് എന്ന് പറയുന്നത്, പോലീസ് എന്താന്ന് പറഞ്ഞാൽ പഴയ അടിമകളുടെ ഒരു പുനർജന്മം എന്ന് പറയാം. അതായത് ക്രമസമാധാന അടിമകൾ എന്ന് വേണമെങ്കിൽ പറയും. ക്രമസമാധാനമാണ് അവർ നടത്തുന്നതെന്ന് പറയും. പക്ഷെ അത് രാഷ്ട്രീയ അടിമകളാണ്. ഇത് രാഷ്ട്രീയമല്ലേ? അത് ആർക്കും ഇത് കണ്ടാൽ മനസ്സിലാകാത്ത, ഇത് ആകെ ഈ ടാസ്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇയാള് ഏതെങ്കിലും കേസ് അന്വേഷണത്തിന്റെ അവസരത്തിലോ അതല്ലെങ്കിൽ പ്രതിയെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ആവശ്യമുള്ള രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്ന ഒരു സാഹചര്യത്തിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ അപകടം ഉണ്ടാകാൻ ആരെങ്കിലും ഇത് വെടിവെച്ച് കൊല്ലുകയോ വേറെന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള അത്രയും എക്സ്ട്രീം സിറ്റുവേഷനിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഇത് ചെയ്യരുതെന്ന് വളരെ കൃത്യമായിട്ട് ഈവൻ ഈ പോലീസുകാരന് പോലീസിനകത്ത് കയറി അന്ന് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. അതിനു മുമ്പ് അവനും ഇതിന്റെ കുറെ വിവരങ്ങളും ഉണ്ട്. അതിന് ചെയ്തിരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും ശരി, അത് മിക്കവാറും ആ പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഉദ്യോഗസ്ഥനായിരിക്കും ഇത് ചെയ്യിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥനെയാണ് ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൊണ്ടുപോയി എസ്കോർട്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്നോട് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, എനിക്കത് ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു എന്നേ അവർ പറയുള്ളൂ. അവരെ സംരക്ഷിക്കണം. അതിനോടൊപ്പം തന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അയച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആരാന്ന് പറഞ്ഞാൽ അവനെയാണ് ശിക്ഷിക്കേണ്ടത്. ഇത് പറയാൻ തന്നെയല്ല, അതിൽ ആരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് ഇവനൊക്കെ പുറത്തു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.